സരസ്വതി, ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ സരസ്വതി. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങ് യാതൊരു കാരണവശാലും അങ്ങോട്ട് വരരുത്. സരസ്വതി, നിങ്ങളെ രണ്ടുപേരെയും കണ്ടതിന് ശേഷം ഇന്നലെ വരെ ഞാൻ നടന്നിരുന്ന വഴിയിൽ നിന്നെല്ലാം അകന്ന് നടക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് ഞാനൊരു പുതിയ വഴിയിലാണ്. പക്ഷേ അങ്ങയുടെ വഴി പണ്ടേ തെറ്റിപ്പോയി. ഇനി ഏതെല്ലാം വഴികളിൽ കൂടി നടന്നാലും ലക്ഷ്യത്തിലെത്താൻ അങ്ങയ്ക്കാവില്ല. നീ അങ്ങനെ പറയരുത് സരസ്വതി, പറയരുത്. എന്റെ ഭാര്യയോടും മകനോടും ഒന്നിച്ച് ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ ശാന്തമായും സമാധാനമായും ഇനിയെങ്കിലും ജീവിക്കാൻ എനിക്ക് എന്ത് ആഗ്രഹമുണ്ടെന്ന് നിനക്കറിയാമോ സരസ്വതി? അറിയാമോ? എന്ത് ചെയ്യാം, അവസരങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴാണ് ആഗ്രഹം തോന്നി തുടങ്ങിയത്. ഇനി രക്ഷയില്ല. ഒരിക്കലൊരു തെറ്റ് ചെയ്തു പോയി എനിക്ക് ഇനി ജീവിക്കാൻ പോലും അർഹതയില്ലേ സരസ്വതി? ഒരിക്കൽ ചെയ്ത തെറ്റ് അങ്ങ് തിരുത്തുകയല്ലായിരുന്നു, ആവർത്തിക്കുകയായിരുന്നു. ഇനി ഈശ്വരൻ പോലും അങ്ങേക്ക് മാപ്പ് തരില്ല. ഇല്ല സരസ്വതി, ഇല്ല. നിന്നെ പോലെ ഒരു നല്ല ഭാര്യയുള്ള ഭർത്താവിന് ദൈവം മാപ്പ് തരാതിരിക്കില്ല. നിന്റെ നന്മ ഉണ്ടെങ്കിലും ഈശ്വരൻ എന്നോട് പൊറുക്കില്ലേ സരസ്വതി? എന്റെ നന്മയുടെ കാര്യം പറയരുത്. ഞാൻ ശപിക്കപ്പെട്ടവളാണ്. ഭർത്താവുള്ള വിധവയാണ് ഞാൻ. നമ്മുടെ ജീവിതം ഇനിയൊരു പ്രശ്നമേ അല്ല. അത് നമ്മുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയി. പക്ഷെ നമ്മുടെ മകൻ, അവനെങ്കിലും ജീവിക്കാൻ അനുവദിക്കണം. അവന്റെ ഭാവിക്ക് അങ്ങൊരു തടസ്സമാവരുത്. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല സരസ്വതി. അങ്ങ് മനസ്സിലാക്കിയേ തീരൂ. ഈ ജീവിതത്തിൽ നല്ലൊരു ഭാര്യയാകാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഭാഗ്യമുണ്ടായില്ല. ഇനി നല്ലൊരു അമ്മയാകാനെങ്കിലും എന്നെ അനുവദിക്കൂ. മറ്റുള്ളതെല്ലാം മറന്ന് കഴിഞ്ഞ 10-20 വർഷങ്ങളായി ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എന്റെ ആഗ്രഹവും ലക്ഷ്യവുമെല്ലാം അങ്ങ് തകർത്ത് കളയരുത്. ഇതങ്ങ് വാങ്ങിക്കൂ. സരസ്വതി, സരസ്വതി, ഇത് നിനക്കുള്ള സമ്മാനമാണ് സരസ്വതി. പാടില്ല, ഈ സമ്മാനം ഞാൻ സ്വീകരിച്ചുകൂടാ. എന്തുകൊണ്ട്? എന്റെ ഭാര്യയ്ക്കൊരു സമ്മാനം തരാൻ എനിക്ക് അർഹതയില്ലേ സരസ്വതി? തരാൻ അങ്ങേക്ക് അർഹതയുണ്ട്. പക്ഷെ വാങ്ങാൻ എനിക്ക് ഭാഗ്യമില്ല. ഈശ്വരനെ വിചാരിച്ച് അങ്ങിത് വാങ്ങണം എന്ന് മാത്രമല്ല, അങ്ങയുടെ മകനോട് സ്നേഹമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ നാട്ടിൽ നിന്ന് പോവുകയും വേണം. ഇത്രയേറെ ക്രൂരത പാടില്ല സരസ്വതി, പാടില്ല. എന്റെ മകനെ ഒന്ന് കണ്ടുകൊണ്ട് ഈ നാട്ടിൽ അവന്റെ ഒരു പരിചയക്കാരനായി കഴിയാൻ പോലും നീ എന്നെ അനുവദിക്കില്ലേ സരസ്വതി? അനുവദിക്കില്ലേ? ഇല്ല, നമ്മുടെ മോനെ നിങ്ങൾ കാണരുത്. കാണാൻ ഞാൻ അനുവദിക്കില്ല. ദയവ് ചെയ്ത് എന്നെ ഈ ധർമ്മസങ്കടത്തിൽ നിന്നൊന്ന് രക്ഷിക്കണം. ഇത് വാങ്ങിക്കും. എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടു, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടു. സ്വാമിജി, ശബ്ദിച്ചു പോയി. ഇതുവരെ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ അനുഭവിക്കുന്നത് എനിക്ക് സമയമില്ലടാ. ഇനി മേലെ പുതിയതായിട്ടൊന്നും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കില്ല. ഞാനെല്ലാം നിർത്തുകയാണ്. ഗർഗളാപുറത്തം എല്ലാവരും വെളിയിപ്പാൻ ഓടാപുറത്തം. കിലുക്കാതെ കിലുങ്ങുന്ന കിലുക്കാം പെട്ടി നിൻ കിങ്ങിണി അരമണി എവിടെ?